ഇതെന്താണ് പതിവില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? എന്തോ നാണക്കേട് മറക്കാനുണ്ടെന്ന് തോന്നുന്നു. ശില്പ, ഇന്നലെ അത് എനിക്ക് 2 ദിവസം സമയം വേണം. എന്തിന്? അല്ലെങ്കിൽ ഐറ്റിയുടെ ഫിക്സഡ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞതല്ലേ, അത് ജയിൽസ് ഫയലാക്കുന്നുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഒന്ന് അയച്ചു തരും. അപ്പം തെറിയില്ല, കുറി. നമുക്ക് പുതിയ കുറി ഉണ്ടോയെന്ന് വെച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, കുഴപ്പമില്ല. അയ്യോ ശില്പ, കരയല്ലേ ശില്പ? ശില്പ കരയല്ലേ? ശില്പ, എനിക്കറിയാലോ താനങ്ങനെ ചെയ്യില്ലെന്ന്, അതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ചോദിച്ചത്. എന്നാൽ ആരായിരിക്കുന്ന തോന്നുന്നത് ശില്പയ്ക്ക്? ഓക്കെ റിലാക്സ് ആയിരിക്കും, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ചേട്ടാ. വിളിക്കണ്ടല്ലോ, നീ ഫോൺ എടുക്ക്, എന്നിട്ട് സോറി പറ. ഹലോ വിഷ്ണു, നിനക്ക് അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എടി, ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പൊ നീ ആണല്ലേ ഇൻസ്റ്റയിൽ കയറിയത്? ഹലോ ഹലോ, ഞാൻ എന്റെ ഇൻസ്റ്റ പാസ്വേഡ് നിന്നോട് പറഞ്ഞിട്ടില്ല എപ്പോഴോ? അത് വെച്ചല്ലേ നീ കയറിയത്? എടി, അത് ഇന്നലത്തെ ഫ്രസ്ട്രേഷനിൽ അറിയാതെ ബിയറൊക്കെ അടിച്ചിരിക്കും. അത് നീ ആവുന്നുള്ള ഒറ്റ പ്രാർത്ഥനയല്ല വിഷ്ണു ഞാൻ നിന്നെ വിളിച്ചത്. സന്തോഷം എന്തായാലും. ഇനി മേലാൽ എന്നെ വിളിക്കരുത് വിഷ്ണു, ഒരിക്കലും. ശില്പ, സോറി പ്ലീസ്. അറി ഭൂലോക വൃത്തിയോടനുസരിച്ചിട്ട് സോറി. അവളിന്ന് വിളിക്കണ്ടെന്നൊക്കെയാണ് പറയണ കേട്ടാ. എൻ്റെ അമ്മോ, നീ അവളുടെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാണ് അവൾ ഇത്രയും ഷോടുന്നത്. അവളെ വർത്താനം കേട്ടതോ നീ അവൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു തന്നു? അനീഷേട്ടാ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. നീ തെറിയൊന്നല്ല അയച്ചത് ചേട്ടാ, അത് പിന്നെ ആണോ? താൻ തൻ്റെ എളി നിർത്ത്. എനിക്കറിയായിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. തന്നോട് പറയുമ്പോൾ എന്നെ പറഞ്ഞാൽ മതില്ല. സോറി, ചിരിച്ചു പോയതാണ്, ബാക്കി പറ. ബാക്കി എന്തുട്ടാ? അവളൊന്നല്ല എന്നെ തെറി വിളിച്ചത്, അവളുടെ അക്കൗണ്ടിൽ കയറി വരാനുണ്ടാ. അവൾക്ക് എന്തായാലും എന്നോടൊരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, നിങ്ങൾ ഈ ഫിനാൻസാർക്ക് മനുഷ്യപ്പറ്റില്ല കേട്ടാ. എടോ 30 വയസ്സായി, വീട്ടിൽ കല്യാണം കാലിച്ചു തുടങ്ങി. അതിനവളുടെ ആ തന്തപ്പിടി സമ്മതിക്കോ? അയാൾ അമ്മയ്ക്കേണ്ട എന്താ? അയാൾ ഈ പെട്ടിക്കട ചെയർമാനാണെങ്കിലേ ഞാൻ സി ആണ്, ചാർട്ടഡ് അക്കൗണ്ടന്റ്. പറവൂരിൽ നിന്നുള്ള നല്ല അന്തസ് തറവാടിനെ മോൾക്ക് കെട്ടിച്ചു കൊടുത്താൽ എന്തി പൊളിക്കൂ? വരുത്തന്മാരാണ്, കാശേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് ഇല്ല. ഇനി അവളുടെ മനസ്സിൽ വേറെ വല്ലവരും ഉണ്ടാ? എന്താ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാണ്. പേടിപ്പിക്കല്ലേ? ഓരോ ദിവസം നല്ലത് മാത്രം സംഭവിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫിനാൻസുകാർ ജീവിച്ചു പോകണം. എന്നാൽ ഞങ്ങൾ IT-കാരങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഗുഡ്. അതാണ് ഞങ്ങളുടെ ഫിലോസഫി. അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിൽ തനിക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. ഇപ്പോൾ അവളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ആരോ തെറി വിളിച്ചു. അതിൻ്റെ അർത്ഥം അവളുടെ പാസ്വേഡ് അറിയണ ആരോ ഉണ്ടെന്നല്ലേ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്നതാ നോക്കിക്കോ, ഇനി അവൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്താ നെറ്റില്ലേ? അല്ല, അത് ഗെയിം കളിക്കാൻ വേണ്ടി ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുന്ന. ഇരിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കളിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. എന്നെ മനസ്സിലായോ? നമ്മളൊരു ക്ലാസ്സിലാണ് പഠിക്കണേ. എനിക്കറിയാം, ശില്പല്ലേ? വിഷ്ണു ഫ്രഷേഴ്സ് ഡേക്ക് മാർഗം കളി കളിക്കണ്ടല്ലേ? മാർഗം കളിയാ?
ഇല്ല, ഇതാര് പറഞ്ഞത്? ജസ്വിൻ പറഞ്ഞല്ലോ. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, ഞാനന്ന് വരുമൊന്നുമില്ല അതിന്. അയ്യോ, അത് ചിലപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ സീനിയേഴ്സ് അറിഞ്ഞാ. എന്താ? അല്ല, എന്നോട് ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പറഞ്ഞേക്കണേ. ഞാൻ എന്തായാലും കളിക്കുന്നുണ്ട്. വിഷ്ണു എന്തായാലും ഒരു മാർഗം കളി കണ്ട് പഠിച്ചോ. ചിലപ്പോൾ സീനിയേഴ്സ് അറിഞ്ഞാൽ പ്രശ്നമാവും. അയ്യോ, എനിക്ക് സ്റ്റേജിലൊന്നും കയറി ഇങ്ങനെ അത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. കഴിച്ചേ അതിന്റെ വില കുന്തപ്പച്ചോട്ട് ചിക്കനായിരിക്കും എന്ന് കാണുന്ന അറിയില്ല. ഇത് പ്രാന്തര എല്ലാം കൂടി കളിച്ചിട്ട് ഞാൻ കളയും. രണ്ടാവളം അവിടെ ഇരിക്കും. ചേട്ടാ, ഈ റോയൽ പെരിയാടിന്റെ ഹെഡ് ഓഫീസ് ബൈപ്പാസിന്റെ അടുത്തുള്ളതാണോ? അത് തന്നെയാണെന്നാ തോന്നണേ. ശില്പ ആരാ? ക്ലാസ്മേറ്റ് ആണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ക്യാബിൻ. അവിടെയോ? താങ്ക്സ്. നീ ഇതിന് വിഷ്ണു ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്ക് നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിന്നെന്താ എനിക്കൊരു മാർഗമുള്ളത്? എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ചെയ്തത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. നേരിട്ട് കണ്ടൊരു സോറി പറയാൻ വേണ്ടി വന്നതാണ്. സോറി പറഞ്ഞുകൊണ്ടൊന്നും നീ ഉണ്ടാക്കി വെച്ച ഡാമേജ് മാറില്ല വിഷ്ണു. എന്നെ ട്രസ്റ്റ് ചെയ്യാത്ത, എൻ്റെ പ്രൈവസി കയറി ഇടപെടുന്ന ഒരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രേക്കപ്പ് ആണോ? ഓ, നിനക്കെന്നെ കല്യാണം കഴിച്ചാൽ മതിയല്ലോ അല്ലേ? അതാകുമ്പോൾ എക്സാം എഴുതണ്ട, ജോലിക്കും പോകണ്ട, സുഖമാവല്ലോ നിനക്ക്. ശില്പ, നീ ഒരുമാതിരി മറ്റോടത്ത് വർത്താനം പറയരുത്. നിന്നെ അപ്പം എൻ്റെ കാശ് കണ്ടിട്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? വിഷ്ണു, നീ ഇപ്പോൾ പോയേ, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കൊക്കെ വട്ടായിട്ടിരിക്കും. എന്താടി, എന്താ പ്രശ്നം? ഒന്നുമില്ല പച്ചാ, ഇതെൻ്റെ ക്ലാസ്മേറ്റാണ് വിഷ്ണു. അത് ഞാൻ പുറത്തുനിന്ന് കേട്ടായിരുന്നു. അത് പോട്ടെ, പാസ്റ്റൊന്നും എനിക്കറിയണ്ട. ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തേ പച്ചാ? ഇതൊന്നും കേട്ടാൽ മനസ്സിലാകാത്ത ആളെ അപ്പച്ചെന്ന് മൂക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എന്നാ മോള് വീട്ടിലേക്ക് ഇല്ലേ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. പൊക്കോ. ഇരിക്കെ. വിഷ്ണു അല്ലേ? ആ, എന്നെ മനസ്സിലായോ? ശില്പയുടെ അപ്പച്ചനല്ലേ? അതാ വിഷ്ണുവിൻ്റെ പ്രശ്നം. വിഷ്ണുവിന് അങ്ങനെ മാത്രമേ എന്നെ അറിയുള്ളൂ. എവിടാ വീട്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എവിടെ? മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ, ഹൗസിംഗ് കോളനിയിൽ. അപ്പൻ എന്ത് ചെയ്യുന്നു? അച്ഛന് വർക്ക്ഷോപ്പുണ്ട്. എന്താ പറ, എന്താ വിഷ്ണുവിൻ്റെ പ്രശ്നം? എനിക്ക് ശില്പേനെ ഇഷ്ടമാണ്. നല്ല ധൈര്യശാലിയാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രായത്തിലേ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. 10 കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. വെറുതെ വെയിലും കൊണ്ട് കാശും പിരിച്ച് നടന്ന സമയത്ത് കാശുള്ള വീട്ടിലൊരു പെങ്കുച്ചിനെ പ്രേമിച്ചാൽ കെട്ടിയാൽ മതിയായിരുന്നല്ലോ. അല്ല, വിഷ്ണുവിന് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് അവളോടെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഞാൻ ആരായിരുന്നു. എന്നാ കേട്ടോ, നിന്നെ കെട്ടിയില്ലെങ്കിലേ അവൾ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞാലും ഞാനങ്ങ് ചാവട്ടെ എന്ന് വെക്കും. അപ്പോഴാണ് അവൾ പറയുന്നത് നീയായിട്ടൊരു ബന്ധവുമില്ലെന്ന്. അല്ല, അത് അവൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ. അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്. സാറിൻ്റെ ഈ കാശൊന്നും കണ്ടിട്ടൊന്നുമില്ല.
ഇനിയിപ്പോൾ സാറിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ തന്നെ